നമസ്തേ. സന്ദേശമാല കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഏത് സമയവും ചളിക്കുണ്ടിലെ വെള്ളത്തിൽ കിടക്കുന്ന പോത്തിൻ്റെയും ദുർഗന്ധപൂരിതമായ ചാണകക്കുണ്ടിൽ ജീവിക്കുന്ന ചാണകപ്പുഴുവിൻ്റെയും ധാരണ എന്തായിരിക്കും? ഇതാണ് പരമസുഖമെന്നാണ് അവർ കരുതുന്നത്. അതുപോലെ എപ്പോഴും ദുർഗന്ധം വമിക്കുന്ന മലമൂത്ര കഫ വാതപിത്ത മാംസപിണ്ഡാദികൾ തോലുകൊണ്ട് മൂടിപ്പൊതിഞ്ഞ ഒരു പൊതിയാക്കി കൊണ്ടു നടക്കുന്ന ഈ ശരീരത്തെ പരിപാലിച്ചുകൊണ്ടും സുന്ദരമാക്കാനും സുഗന്ധമുള്ളതാക്കാനും പണിപ്പെട്ടുകൊണ്ടും നിത്യേന സമയം ചെലവഴിക്കുന്ന നമ്മുടെ ജീവിതവും ഈ ചാണകപ്പുഴുവിൻ്റെയും പോത്തിൻ്റെയും ജീവിതത്തേക്കാൾ വിഭിന്നമാണോ? അവരുടെ ജീവിതത്തേക്കാൾ വിഭിന്നമാണോ? ആണോ? മെച്ചപ്പെട്ടതാണോ? ഇത് പലപ്പോഴും നാം ആലോചിക്കേണ്ടതല്ലേ? എന്നെങ്കിലും ഒരിക്കൽ ഇവിടെ നിന്നും പോകേണ്ടി വരുമെന്ന ധാരണ എല്ലാവർക്കുമുണ്ട്. വാസ്തവത്തിൽ അതൊരു ദുഃഖം തന്നെയാണ്. ഒരു മുട്ടുസൂചി പോലും ഇവിടെ നിന്നും കൊണ്ടുപോകാൻ കഴിയില്ല. മരണദുഃഖത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മരിക്കാൻ കഴിയില്ല. എനിക്ക് ജീവിതം മതിയായി എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർ ധാരാളമുണ്ട്. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടും മരണത്തിൻ്റെ അനുഗ്രഹം കിട്ടാത്തവരുമുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ പോയേ പറ്റൂ എന്നറിയാമെങ്കിലും ആശുപത്രിയിൽ കുഴലിട്ട് കിടക്കുമ്പോൾ അപ്പോൾ കനത്ത ക്ലേശമുണ്ടാകും. എന്നാൽ കാര്യത്തോടടുക്കുമ്പോൾ ഏതൊരുത്തനും ഭയന്ന് പോവുകയും ചെയ്യും എന്നതാണ് സത്യം. അതുകൊണ്ട് ഉള്ള കാലം സ്നേഹത്തോടെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ കഴിയാൻ ശ്രമിക്കുക. സ്നേഹമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. സ്നേഹം സ്വീകരിക്കാനും കൊടുക്കാനുമുള്ള കഴിവ് ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മളിൽ അധിക പേരും സ്നേഹം നേടാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. സ്നേഹം എടുക്കാൻ മാത്രം നോക്കുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും സ്നേഹം കിട്ടുന്നുമില്ല. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്നേഹം വാസ്തവത്തിൽ എടുക്കാനുള്ളതല്ല, കൊടുക്കാനുള്ളതാണ്. സ്നേഹം കൊടുക്കുന്നവനെ സ്നേഹം കിട്ടുകയുള്ളൂ. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. സ്നേഹമെന്നത് അതിൻ്റെ ഉയർന്ന ഭാവത്തിൽ അനുഭവിക്കാൻ കഴിയുന്നത് സ്നേഹം സ്വീകരിക്കുമ്പോഴല്ല, നൽകുമ്പോഴാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാനുള്ള വസ്തുവല്ല സ്നേഹം, അത് ഹൃദയം കൊണ്ട് അനുഭവിക്കാനുള്ളതാണ്. അതിന് നമ്മൾ ഹൃദയം തുറന്നു വയ്ക്കണം. എന്തെങ്കിലും ഭക്ഷണ വസ്തു കണ്ടെത്തിയാൽ കാക്കകൾ ഉടനെ തന്നെ ഉറക്ക വിളിച്ച് സ്വന്തം വർഗത്തെ കൂട്ടിവരുത്തും. അത് കാക്കകളിൽ മാത്രമുള്ള ഒരു സ്വഭാവമാണ്. എന്നാൽ കിട്ടിയത് രഹസ്യമായി തനിക്ക് മാത്രം അനുഭവിക്കാനുള്ള സ്വാർത്ഥത കാക്കകൾ കാണിക്കാറില്ല. അവ കിട്ടിയത് പങ്കുവെച്ച് അനുഭവിക്കുന്നു. അതുപോലെ ബന്ധുക്കളെയെല്ലാം ക്ഷണിച്ചു വരുത്തി ഐശ്വര്യം സ്നേഹത്തോടെ
എല്ലാവർക്കുമായി പങ്കുവച്ച് അനുഭവിക്കുന്ന സ്വഭാവം അതുള്ളവർക്ക് മാത്രമേ ഐശ്വര്യം വർദ്ധിക്കുകയുള്ളൂ. എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളിൽ നിന്ന് അകന്നുപോയ ബന്ധുക്കൾ ആ അകൽച്ചയുടെ കാരണം നീങ്ങുമ്പോൾ അഥവാ അത് ഏതെങ്കിലും വിധത്തിൽ പരിഹരിക്കപ്പെടുമ്പോൾ വീണ്ടും അവർ മടങ്ങി വരികയും പഴയതുപോലെ ബന്ധുക്കളായി തന്നെ സഹകരിക്കുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. തെറ്റായ മാർഗത്തിൽ ചരിക്കുക, വെറുപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക, ഇതെല്ലാം ബന്ധുക്കൾ അകലാൻ മാത്രം ഇടയാകുന്നതാണ്. എല്ലാ ബന്ധുക്കളെയും എല്ലാ സജ്ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമല്ലേ നല്ലത് എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക.